Hi everyone, welcome back. Today we are going to discuss miscellaneous questions from inverse trigonometry functions. Are you ready? Okay, let us start. Third question. First and second questions are a simple question. അത് നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് എടുത്തു തരാം കേട്ടോ. 2 sin inverse 3/5 is equal to tan inverse 24/7. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LHS that is 2 sin inverse 3/5. Prove that ആണ്, prove that. ഓക്കെ, 2 sin inverse 3/5. അപ്പോൾ നമ്മൾ ഈ സൈൻ ഇൻവേഴ്സ് 3/5 ഇല്ലേ, ഈ സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5. സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ഈക്വൽ ടു എക്സ്. ദെൻ നമ്മൾ ഈ സൈൻ ഇൻവേഴ്സിന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5. ഇനി നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ഡ്രോ ചെയ്യുക. ഡ്രോ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ABC ആക്കാം. അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5. സൈൻ എക്സ് മീൻസ് ദറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് AB കണ്ടുപിടിക്കാം. AB കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് opposite square means 5 square minus 9. 5 square minus 9 means 25 minus 9, that is equal to 16. Then we will get 4. കുഴപ്പമില്ലല്ലോ, എഴുതി കാണിക്കണോ? ഓക്കെ, BC square is equal to AB square plus AC square. Then BC square means that is 5 square, that is 25 is equal to AB square. Then AC square, that is 9. So AB square is equal to 25 minus 9, that is equal to 16. Therefore AB is equal to 4. അങ്ങനെ നമുക്ക് AB 4 കിട്ടി. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻ ആണ്, നമുക്ക് ടാൻ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ടാൻ എക്സ് കണ്ടുപിടിക്കുക. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ആം ഐ കറക്റ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു അല്ലേ. അപ്പം അതിനോട് ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നമുക്ക് ഇവിടെ നോക്കി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സൈൻ ഇൻവേഴ്സ് 3/5 വി ക്യാൻ റൈറ്റ് ടാൻ ഇൻവേഴ്സ് 3/4. ഓക്കെ, ദെൻ 2 സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് 3/4. മനസ്സിലായല്ലോ. then 2 tan inverse x is equal to, we can write the formula here, 2 tan inverse x is equal to tan inverse 2x divided by 1 minus x square. ഈ ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്യുക. ഫോർമുല നന്നായിട്ട് പഠിച്ചിരിക്കണം. 2 tan inverse x is equal to tan inverse 2x divided by 1 minus x square. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം എക്സിൻ്റെ പ്ലേസിൽ 3/4 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x, എക്സ് മീൻസ് 3/4, 2x, 2 into 3/4 divided by 1 minus x square. X square means this is x, then we will write here 9/16. Okay, then that is equal to tan inverse 2 and 4 cancel, we will get 2. Then tan inverse 3/2 into 16 minus 9 means 7/16. 7/16 we can write here 16/7. Okay, then we will get here 8. Then tan inverse 24 divided by 7, that is equal to RHS.
hence proved. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ എന്താ ചെയ്ത് 2 sin inverse 3/5 ഈസ് ഈക്വൽ ടു tan inverse 24/7 എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ LHS എടുത്തു, 2 tan inverse 3/5 എടുത്തു, എന്നിട്ട് നമ്മളതിനകത്ത് sin inverse 3/5 ഈസ് ഈക്വൽ ടു x എന്ന് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ sin x ഈസ് ഈക്വൽ 3/5 ആണ്. sin x നമ്മളൊരു ട്രയാങ്കിൾ ഡ്രോ ചെയ്തു, എന്നിട്ട് നമ്മൾ x ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ sin x എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. ദെൻ വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദ അഡ്ജസൻറ്റ് സൈഡ് 4 എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ sin xന് ഈ sin inverse 3/5 അതിന് കറസ്പോണ്ടിങ് ആയുള്ള tan inverse വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ tan x ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് 3/4. ദെൻ x ഈസ് ഈക്വൽ ടു tan inverse 3/4. അപ്പോൾ x ഈസ് ഈക്വൽ ടു tan inverse 3/4. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇവിടെ x ഈസ് ഈക്വൽ ടു sin inverse 3/5. സോ sin inverse 3/5 ഈസ് ഈക്വൽ ടു tan inverse 3/4. ഓക്കെ, അപ്പോൾ 2 sin inverse 3/5 ഈസ് ഈക്വൽ ടു 2 sin inverse 3/5നോട് ഇക്വലൻ്റ് ആയിട്ടുള്ള tan inverseൻ്റെ വാല്യൂ ആണ് tan inverse 3/4. അപ്പോൾ നമ്മൾ sin inverse 3/5 അടുക്ക് tan inverse 3/4 എഴുതി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ 2 tan inverse xൻ്റെ ഫോർമുല എന്താ? tan inverse 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പം നമ്മൾ tan inverse 2x, x മീൻസ് 3/4. ഓക്കെ, അപ്പോൾ 3/4 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് മീൻസ് 3/4. എക്സ് മനസ്സിലായല്ലോ, എക്സ് ഈസ് ഈക്വൽ ടു 3/4 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? tan inverse 2 into x means 3/4 divided by 1 minus 3/4 the whole square, that is equal to 2 into 3/4 divided by 1 minus 9/16. Okay, then tan inverse 4 cancel, then we will get 3/2 into 16 minus 9 means 7/16. Then we should write here into 16/7. Then we can cancel 16 and 8, then we will get 24 divided by 7. Okay, tan inverse 24/7, that is the RHS. Okay, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു, എന്ത് കിട്ടിയാലും അതിനെ കറസ്പോണ്ടിങ് tan ഇൻവേഴ്സ് വാല്യൂ അങ്ങ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ട്രയാങ്കിൾ ഡ്രോ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പ്രോബ്ലമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.